ഹലോ, എല്ലാവർക്കും നമസ്കാരം. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് മസാലയോ അല്ലെങ്കിൽ സവാള വയറ്റി സമയം കളയുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കുരുകളഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ച് ഇത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇത് രണ്ടും മല്ലിയില കുറച്ചും കൂടി അളവ് കൂട്ടിയെടുക്കണം. പുതിന എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ മല്ലിയില എടുക്കണം. ഇത് രണ്ടും കൂടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 10-15 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് നിങ്ങളുടെ പാകത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അതിനോടൊപ്പം തന്നെ 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ അരച്ച മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ച് ഒന്നുകൂടി നല്ലതുപോലെ കുഴച്ച് ഒരു അരമണിക്കൂർ കൂടി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ബിരിയാണി ഉണ്ടാക്കുന്ന ആ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 സവാള പൊരിച്ചെടുത്തിട്ടുള്ളതാണിത്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ പാത്രത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ചിക്കൻ വെന്ത് വരുമ്പോൾ ആ തക്കാളിയുടെയും സവാളയുടെയൊക്കെ വെള്ളം മതിയാകും അത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം, അടിപിടിക്കാതെ ശ്രദ്ധിക്കണം. ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയുള്ള റൈസ് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്. ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്പൈസസ് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പുളി പിഴിഞ്ഞു കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അത് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഒരു പിടി മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഗാർണിഷൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം വരുത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.